റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പം നമ്മുടെ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സർക്കാർ വീണ്ടും കിറ്റ് നമ്മുടെ ഈ പറഞ്ഞ ഉപഭോക്താക്കൾക്ക് നൽകുന്നു, റേഷൻ ഉപഭോക്താക്കൾക്ക്. അപ്പോൾ അത് നമ്മുടെ റേഷൻ കടകളിൽ മാത്രമല്ല, ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നമുക്ക് ഈ കിറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഏകദേശം ഒരു 1250-1300 രൂപ വരുന്ന കിറ്റ് ഒരു 1000 രൂപയിൽ താഴെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 16 ഐറ്റം നിറഞ്ഞ ഒരു കിറ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, എല്ലാ മാസവും റേഷൻ വിഹിതത്തിൽ 13 ഐറ്റത്തോളമുള്ള കിറ്റുകൾ വിവിധ കാർഡുകൾക്ക് അതായത് കാർഡിൻ്റെ മുൻഗണന അനുസരിച്ച് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ റേഷൻ കാർഡുകൾ കൃത്യമായിട്ട് നമ്മൾ റേഷൻ വിഹിതം മാസത്തിൽ വാങ്ങിക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ റേഷൻ കാർഡ് സ്ഥിരം നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് കട്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റേഷൻ കാർഡ് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ റേഷൻ കാർഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്മാർട്ട് കാർഡ് രൂപേണ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അഡ്രസ് ചേഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ റേഷൻ കാർഡ് വളരെ വൃത്തിയായിട്ട് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കിടങ്ങനൂരുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് സ്മാർട്ട് കാർഡാക്കി നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം ഈ വിഷു സംബന്ധിച്ചിട്ട് നമ്മൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ 1000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വിഷു കൈനീട്ടം 101 രൂപയുടെ ഒരു കൂപ്പൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ആ കൂപ്പൺ ഉപയോഗിച്ച് വേറെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ നമുക്കറിയാം, മഞ്ഞ പിങ്ക് വിഭാഗത്തിലുള്ള റേഷൻ കാർഡിലേക്ക് മാറ്റേണ്ട സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകളുടെ ആപ്ലിക്കേഷൻസ് നമ്മളത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകൾ അത് അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ഈ പറഞ്ഞതുപോലെ കാർഡാക്കി മാറ്റി അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ റേഷൻ കാർഡിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫോൺ നമ്പർ ഏതാണ് അപ്ഡേറ്റ് ചെയ്തത്. കഴിവതും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സർവീസുകളും നമുക്ക് സുഗമമായി നമുക്ക് ഓൺലൈനിൽ ചെയ്ത് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ ഈ പ്രധാനപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലും മറ്റും എല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.